നാലാമത്തെ കാര്യം, നിങ്ങളുടെ കുട്ടികളെ വിധിക്കരുത് എന്ന്. നാലാമതായിട്ട് സുവിശേഷം പറയുന്നത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വിധിക്കരുത്. എഫെസ്യസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ തിരുവചനം നിങ്ങൾ വായിച്ചിട്ടില്ലേ? നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പഠിക്കുന്നേ. പുറത്തേക്കുള്ള വിദേശ രാജ്യങ്ങളിലൊന്നും നിങ്ങൾ മോശമായിട്ടുള്ളൊരു വാക്ക് പോലും, കൊല്ലുക എന്നുള്ളൊരു വാക്ക് പോലും കുട്ടികളുടെ അടുത്ത് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധവശാലെങ്കിലും വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ പറയും സോറി എന്ന് പറയും. അങ്ങനെ മോശമായൊരു വാക്കുകളോ നിന്ദാപരമായിട്ടൊരു വാക്കുകളോ നമ്മൾ അറിയാതെ വായിൽ നിന്ന് വന്നാൽ പോലും ഉടനെ തന്നെ വാപത്തിക്കൊണ്ട് അവർ പറയും സോറി. നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ? എഫെസ്യസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 31-32 തിരുവചനങ്ങൾ പറയുകയാണ്, സകല വിദ്വേഷവും ശോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കും. ഒരപ്പനായ ഒരമ്മയായ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാട്ടിയും ഹൃദയാദ്രതയോടെ പെരുമാറുവിൻ. കാരണം നിങ്ങളുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര നല്ലതുപോലെയാണ്, ഹൃദയാദ്രതയോടെയാണ്, ഹൃദയപൂർവ്വമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് എന്ന് നിങ്ങളുടെ മക്കൾ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ മക്കൾ നിങ്ങൾ എന്ത് ചെയ്യുന്നെന്ന് നോക്കിക്കൊണ്ടാണ് നിങ്ങളുടെ മക്കൾ വളർന്നു വരുന്നത് എന്ന് മറന്നു പോകരുത്. സുഭാഷിതത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം പറയുന്നു, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കി വിടുന്നു എന്ന്. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ, കുട്ടികളുടെ മുമ്പിൽ മറ്റുള്ളവരോട് ദോഷ്യപ്പെടുമ്പോഴും കോപത്തോടുകൂടി സംസാരിക്കുമ്പോഴെല്ലാം അത് കുട്ടികളെയും ബാധിക്കുക. നിങ്ങൾ ആ പ്രദേശം മുഴുവൻ അല്ലെങ്കിൽ ആ വീട് മുഴുവനും കോപം കൊണ്ടും വിദ്വേഷങ്ങൾ കൊണ്ടും വെറുപ്പും കൊണ്ടും നടത്തുമ്പോൾ, ഭാര്യ ഭർത്താവിനെ തെറി പറയുമ്പോൾ, ചീത്ത വിളിക്കുമ്പോൾ, മോശമായി സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ ആ അന്തരീക്ഷം മുഴുവൻ മോശമായിട്ട് മാറുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് സത്യത്തിലും നന്മയ്ക്കും നീതിക്കുമുള്ള ഒരു പശ്ചാത്തലത്തിലാണോ, സ്നേഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണോ എന്ന് പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിക്കേണ്ട നിമിഷങ്ങൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 11-ാമത്തെ തിരുവചനം പറയുന്നു, മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. തമ്പുരാനോട് ചോദിക്കുക നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണ് കിട്ടേണ്ടതെന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകരിച്ച മക്കളെ നല്ല ഒരു മാതൃക കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക. പേരൻസ് ടീച്ച് ബെസ്റ്റ് ബൈ എക്സാമ്പിൾ. മാതൃക കൂടിയാണ് അവരെ പഠിപ്പിക്കുക. ചുമ്മാ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. എനിക്കിങ്ങനെ നല്ലപോലെ പറയാൻ പറ്റുന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞെന്ന് കരുതിയിട്ട് കാര്യമില്ല. എൻ്റെ ജീവിതം മോശമാണെങ്കിൽ ആരും വന്ന് കേൾക്കാൻ കൂട്ടാക്കില്ല. കേട്ടാൽ പോലും അയാൾ ഇങ്ങനെയാണ്, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അയാളുടെ ജീവിതം വച്ച് നോക്കുമ്പോൾ അതൊന്നും അല്ല. ജീവിതവും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വാക്കുകളും എല്ലാം ഒന്നിച്ചു പോയില്ലെങ്കിൽ ജീവിതം ആരും കേൾക്കത്തില്ല. വാക്കുകൾ നല്ലതാണെന്ന് കരുതിയിട്ട് കാര്യമില്ല, പ്രവർത്തികൾ നല്ലതാകണം, ജീവിതം നല്ലതാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആരെങ്കിലും നമ്മുടെയൊക്കെ വാക്കുകൾ കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനും കഴിയുള്ളൂ. എൻ്റെ ജീവിതം മോശമാണെങ്കിൽ എൻ്റെ വാക്കുകൾ കൊണ്ട് എന്താ അർത്ഥമാണ് പ്രിയപ്പെട്ടവരെ? അവരുടെ പ്രശ്നങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എടുത്തു ചാടി അവരെ വിധിക്കരുത്. ചില സുഹൃത്തുക്കൾ നിങ്ങൾ അവരെക്കുറിച്ച് മോശമായിട്ട് പറയുമ്പോഴും വരുന്നതിനെ വഴുതേ തന്നെ ഒരു പത്തരമായിട്ട് കാത്തു നിൽക്കുക. കുട്ടി വരുന്നത് നോക്കിക്കൊണ്ട് അവനെ അടിക്കുവാൻ, വഴക്ക് പറയാൻ ചെയ്യരുത്. അവനെ വിധിക്കരുത്. വെറുതെ വിധിക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുക. അവനോട് സംസാരിക്കുക, അവനെക്കുറിച്ച് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയുക. എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക. മറ്റുള്ളവരെക്കുറിച്ച് വിധിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ കുട്ടികളും നല്ല രീതിയിൽ വിധിക്കുവാൻ പ്രാപ്തരാകും. കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം ജീവിതം കൊണ്ട്. ചില കാര്യങ്ങളൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ കുട്ടികളെ എമ്പതി ടീച്ച് ചെയ്യുക. വിധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ കുട്ടികളെ സിമ്പതിയല്ല, എമ്പതി പഠിപ്പിക്കുക. എമ്പതി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് അപകടമുണ്ടാകുമ്പോൾ നിങ്ങൾ അവരോട് പോയി നിങ്ങളുടെ മക്കളെ കൂട്ടിക്കൊണ്ടുപോയി അവൻ ആവശ്യമായിട്ടുള്ള എല്ലാം ചെയ്യുക, ആശുപത്രിയിൽ പോവുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹാനുഭൂതിയുടെ, ഹൃദയാനുഭൂതിയുടെയാണ്. സഹാനുഭൂതി എന്ന് പറഞ്ഞാൽ സിമ്പതിയാണ്, ഹൃദയപൂർവ്വമായിട്ടുള്ളൊരു ജീവിതം. ആ വ്യക്തി എൻ്റെ കുട്ടിയാണെങ്കിൽ ഞാനെങ്ങനെ പെരുമാറും എന്നുള്ള രീതിയിൽ വേണം അവരോട് പെരുമാറാൻ. എൻ്റെ ജീവിതത്തിൽ സഹതപിക്കാനുള്ളൊരു സമീപനമല്ല, സഹൃദയപൂർവ്വമായിട്ടുള്ള ഒരു സമീപനമാണ്. അതിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. ഒരു ധർമ്മക്കാരൻ വീട്ടിൽ വന്ന് 10 രൂപ എടുത്ത് കൊടുത്താൽ കൊച്ചിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സിമ്പതിയാണ്.
എൻ്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, അവനൊന്നും ഇല്ലാത്തവനാണ്, കൊണ്ടുപോക്കട്ടെ. പക്ഷേ നിങ്ങൾ ആ കുട്ടികളോടൊപ്പം ആ വ്യക്തിയുടെ അടുത്ത് പോയിരുന്നിട്ട് ആ സഹോദരനോട് വിശേഷങ്ങൾ ചോദിച്ച് ഒരല്പം നേരത്തെ ഭക്ഷണം കൊടുത്ത് ഒരു ടാറ്റയും പറഞ്ഞ് വിട്ടാൽ അത് എമ്പതിയാണ്. ആ കുട്ടികൾ നിങ്ങളെ പഠിക്കുന്നത് നിങ്ങൾ ഒട്ടും ഒരു വലിയ പാഠങ്ങളൊന്നും പഠിപ്പിക്കേണ്ട, നിങ്ങളുടെ ജീവിത പ്രവർത്തികൾ കൊണ്ട് തന്നെ ആ കുട്ടി വലിയവനായി മാറി. അങ്ങനെ അവനെ എമ്പതി പഠിപ്പിക്കുക, അങ്ങനെ പഠിപ്പിച്ചാലേ നമ്മുടെ മക്കളെ കിട്ടുകയുള്ളൂ. രണ്ടാമതായി അനുകമ്പയും പരോപകാരമായിട്ടുള്ള പ്രിയമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അവരെ വളർത്തുക. ടീച്ച് കമ്പാഷൻ ആൻഡ് അൾട്രൂയിസം എന്ന് പറയും. അൾട്രൂയിസം ഈസ് ഡിഫൈൻഡ് ആസ് അൺസെൽഫിഷ് റിഗാർഡ്സ് ഓർ ഡിവോഷൻ ടു ദ വെൽഫെയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം, പരോപകാരപ്രദമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അവരെ വളർത്തുക. അൾട്രൂയിസം, കമ്പാഷൻ ആൻഡ് അൾട്രൂയിസം അവരെ പഠിപ്പിക്കുക. സുഭാഷിതത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 23 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ് വായിക്കുക. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവുകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റിക്കളയുക, നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ. വക്രപരമായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം പിന്നെ ഞങ്ങൾ പറഞ്ഞാലും കാര്യമില്ല. അവക്രമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം, നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ, നിന്റെ നോട്ടം മുമ്പോട്ട് മാത്രമായിരിക്കട്ടെ, നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക, അപ്പോൾ അവ സുരക്ഷിതമായിരിക്കും. മൂന്നാമതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, മോണിറ്റർ വാട്ട് യു സേ അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ എന്താണ് നിങ്ങളുടെ മക്കളോട് പറയുന്നത് എന്നൊന്ന് ചിന്തിക്കുക, ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കുക. മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മോശമായിട്ടായിരിക്കും, അവരെ കാണുമ്പോഴേ തന്നെ പറയും. നിങ്ങൾ ഉദാഹരണത്തിന് എന്നെക്കുറിച്ച് നിങ്ങളുടെ വീട്ടിൽ പറയുക, അയാൾ ഒരു മോശമായിട്ടുള്ളൊരു മനുഷ്യനാണ്. നിങ്ങളുടെ മക്കൾ എന്നെ കണ്ടു കഴിയുമ്പോഴോ ഒരു ബഹുമാനവും തരത്തില്ല. അതങ്ങനെയാണ്, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു മോശമായിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടി ഒരു ദൃഷ്ടി എൻ്റെ മുഖത്തേക്ക് അവരറിയാണ്ട് തന്നെ വീഴിക്കും. കാരണം നിങ്ങൾ കാരണമാത്. അതായത് നിങ്ങളുടെ കുട്ടികൾ നിഷ്കളങ്കമായ കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് എന്നൊന്ന് ചിന്തിക്കുക. മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിൽ ശ്രദ്ധിച്ചിട്ട് വേണം പറയും. മറ്റുള്ളവരെ കുറിച്ച് അനുകമ്പയോടെ സംസാരിക്കുന്നതിൽ ശ്രദ്ധിക്കുക. Your behavior will be the model for how your kids will treat their friends. നിങ്ങളുടെ കുട്ടികൾ അവരുടെ സുഹൃത്തുക്കളെ കുറിച്ച് മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവരെ വഴക്ക് പറയാൻ നിൽക്കരുത്. ഓടി നിങ്ങളുടെ ആ കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്ന് നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് എന്താ പറഞ്ഞതെന്ന്. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ കാര്യം, ടീച്ച് ചിൽഡ്രൻ ദാറ്റ് ബാഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ. ബാഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ. അവരെ കുട്ടികളെ ചെറുപ്പത്തിലേ തന്നെ മനസ്സിലാക്കിയെടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവർ തകർന്നു പോകും. ചെറുപ്പത്തിൽ നിങ്ങളാണ് വലിയ ഗുരുഭൂതന്മാര്. കർത്താവ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവം, മാതാപിതാക്കളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അവരെ പഠിപ്പിക്കാൻ. നിങ്ങൾ പഠിപ്പിക്കുന്നത് വേറെ ഒരു മനുഷ്യനും പഠിപ്പിക്കാനാവത്തില്ല. അപ്പം അവരെ പഠിപ്പിക്കണം. നിങ്ങൾക്കല്ലാത്ത കാര്യങ്ങൾ, നമ്മുടേതല്ലാത്ത രീതിയിൽ പലപ്പോഴും മോശമായ രീതിയിൽ നമ്മൾക്ക് സംഭവിച്ചെന്ന് വരാം. നമ്മുടെ കുറ്റങ്ങൾ കൊണ്ടല്ല, നമ്മുടേതല്ലാത്ത കാരണത്താൽ നമുക്ക് മോശമായ രീതിയിൽ ചിലപ്പോൾ കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ കുഴപ്പം കൊണ്ടായിരിക്കണമെന്നില്ല. Teach children that everyone gets to make choices. Sometimes things happen that are not our faults. മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ കൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ അവരുടെ തീരുമാനങ്ങളെ കൊണ്ട് നമുക്ക് മോശമായി സംഭവിക്കാം. നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, അവരെടുത്ത മോശമായ തീരുമാനങ്ങൾ നമ്മളെ അത് ബാധിക്കുന്നു എന്ന് മാത്രം. ജോബിന്റെ പുസ്തകത്തിൽ നമുക്കറിയാലോ, അവന് കിട്ടിയ അസുഖങ്ങളും രോഗങ്ങളുമെല്ലാം അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല. ജോബ് 2-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച് നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയാണോ എന്ന്. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 21-ാമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കുന്നു, അമ്മയുടെ ഉദരത്തിൽ നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തട്ടെ എന്ന്. സോ എൻ്റെ സഹോദരങ്ങളെ, let children know that sometimes people make choices that hurt us and it is not our fault. It is not our fault. നമ്മുടേതല്ലാത്ത കാരണങ്ങളെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് മോശമായിട്ട് സംഭവിക്കാം. കാരണം മറ്റെല്ലാവർക്കും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് കൊടുത്തിട്ടുണ്ട്. നല്ലവനായ കർത്താവ് എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ട് പരിണമിപ്പിക്കുകയുള്ളൂ എന്ന് കർത്താവിൽ വിശ്വസിക്കുക, അവരെ പഠിപ്പിക്കുക, അവരെ അനുഗ്രഹിക്കുക, അവരെ ജീവിക്കുവാൻ വേണ്ടി പഠിപ്പിക്കുക. ജെറമിയായുടെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനം
എത്ര മനോഹരമായിട്ടുള്ള തിരുവചനമാണ്. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. ജെറമിയ 29:11. കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. ദൈവവചനങ്ങൾ ഉരുവിട്ട് അവരെ കൊണ്ട് ഉരുവിടിവിച്ചുകൊണ്ട് തിരുവചനങ്ങൾ സ്വായത്തമാക്കാൻ, സ്വന്തമാക്കാൻ, അങ്ങനെ അതിൽ ജീവിക്കുവാനുള്ള ഒരു വഴിയോ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ മക്കൾക്ക്. 5ാമതായിട്ടുള്ള കാര്യം, ടീച്ച് ചിൽഡ്രൻ നോട്ട് ടു ജംപ് ടു കൺക്ലൂഷൻ. ചിലപ്പോൾ എടുത്ത് ചാടാൻ എളുപ്പമാണ്. ഒരു തീരുമാനങ്ങൾ, ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ കൺക്ലൂഷൻ എടുക്കാൻ പെട്ടെന്ന് നിങ്ങൾ ചാടി എടുക്കുക. ഒരാൾ ഇങ്ങനെ പറഞ്ഞു, എന്നാ അങ്ങനെയാണ്. അതുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമാണ്. ഒരിക്കല് ഒരു ഇടവകയിൽ ദൈവിക പുണ്യങ്ങളെയും സാഹോദര്യത്തെയും കുറിച്ച് ഒരു വലിയ പ്രസംഗം പറയാൻ വേണ്ടി വലിയൊരു പ്രാസംഗികനെ അവിടെ ക്ഷണിക്കുകയാണ്. വലിയ തിരക്കുള്ള ഒത്തിരിയേറെ ജനങ്ങളുള്ള ഒരു ഇടവകയാണ്. അങ്ങനെ ഈ പ്രാസംഗികനെ ആൾക്കാർ കേട്ടിട്ടുണ്ട്, പേര് കേട്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. അന്ന് ഇതുപോലെ മീഡിയകളൊന്നും ഇല്ലല്ലോ, TV ഒന്നും പ്രോഗ്രാമുകളൊന്നുമില്ല. അതുകൊണ്ട് ആൾക്കാരും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഒത്തിരി പ്രസിദ്ധനായിട്ടുള്ളൊരു മനുഷ്യൻ. അവർ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഈ പള്ളി അങ്കണത്തിലേക്ക് കയറുന്നതിൻ്റെ ആ വഴിയിൽ തന്നെ ഒരു മനുഷ്യൻ, ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഒരു ചെറിയ കാർഡ്ബോർഡിൽ ഇങ്ങനെ ചോക്കുകൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്, സഹായിക്കണം, വിശക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ഒരു ബോർഡ് പിടിച്ചുകൊണ്ട് ഈ കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട് ഒരു മനുഷ്യൻ ഇരുന്ന് യാചിക്കുകയാണ്, തല കൊമ്പിട്ടിരിക്കുകയാണ്. ആരാണെന്ന് പോലും അറിയത്തില്ല. പക്ഷെ അയാൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചിലർ നോക്കുകയാണ്. ഇത്രയും വലിയ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്താണ്, ഇവിടെ വന്നാണ് ഇരിക്കുന്നത്. കുറച്ച് പേര് ചുമ്മാ കുറേ നോട്ടുകൾ വാരി എറിഞ്ഞിട്ട് പോയി, വെറുപ്പോടുകൂടി, വിദ്വേഷത്തോടു കൂടി. ഇതിനെങ്ങനെയൊക്കെയാണ് ജീവിക്കണേ? എല്ലാവരും ശപിച്ച് വെറുപ്പോടു കൂടിയൊക്കെ ഇങ്ങനെ കുറച്ച് നാണയത്തുട്ടുകളും കുറേ തുട്ടുകളുമൊക്കെ ഇട്ടിച്ചു പോയി. വിശന്ന് പറയുന്നുണ്ട്. ഈ കാലത്താണോ ഇങ്ങനെ വിശക്കുന്ന വേണ്ടി തെണ്ടി കിടക്കുന്ന മനുഷ്യർ? ഓരോരുത്തരും ഓരോന്നും പറഞ്ഞു പോയി. അങ്ങനെ പള്ളി പാക്റ്റായിട്ട് നിറച്ച് ആളുകളാണ് നിൽക്കുകയാണ് ആൾക്കാർ. അത്രയ്ക്ക് തിരക്കാണ്. കാരണം അത്രയ്ക്ക് പ്രസിദ്ധനായിട്ടുള്ളൊരു പ്രാസംഗികനാണ് അദ്ദേഹം. എല്ലാവരും വന്ന് പള്ളി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രസംഗത്തിന്റെ സമയമായപ്പോൾ ഈ മനുഷ്യൻ ഈ ബോർഡും പിടിച്ചുകൊണ്ട് നേരെ വന്ന് ആ പള്ളിയുടെ അങ്കണത്തിൽ നിന്ന്, പുൾപിറ്റിൽ നിന്നുകൊണ്ട്, പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ ആ ബോർഡ് ഉയർത്തിയിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി ദൈവിക പുണ്യങ്ങളെയും സാഹോദര്യത്തെയും കുറിച്ച്. ആ മനുഷ്യനായിരുന്നു ഇത്രയും ചരിത്ര പ്രസിദ്ധനായിട്ടുള്ള ഒരു പ്രാസംഗികൻ. ആ ജനങ്ങളുടെ ഒന്ന് ചിന്തിച്ചു നോക്കി, അവരുടെ അമ്പരപ്പൊന്ന് ചിന്തിച്ചു നോക്കി. ജനങ്ങൾ ഒന്നടങ്കം അമ്പരന്ന് പോയി. അവർ വസ്ത്രം കൊണ്ട് വിലയിരുത്തിയ മനുഷ്യൻ, ലോകപ്രസിദ്ധനായ, അവരെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രാസംഗികരായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം. നോട്ട് എവറിത്തിങ് ഈസ് ആസ് ഇറ്റ് സീംസ്. നിങ്ങൾ കാണുന്നത് പോലെയല്ല യാഥാർത്ഥ്യങ്ങൾ. മരുപ്പച്ചകളുണ്ടാകാം, പക്ഷെ നിങ്ങളുടെ കാണുന്ന യാഥാർത്ഥ്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം യാഥാർത്ഥ്യങ്ങളാണെന്നല്ല, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നമ്മുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? നോട്ട് എവറിത്തിങ് ഈസ് ആസ് ഇറ്റ് സീംസ്. നിങ്ങൾ കാണുന്നത് പോലെയും ചിന്തിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല യഥാർത്ഥത്തിൽ കാര്യങ്ങൾ. 6ാമതായിട്ട്, ജഡ്ജ് കെയർഫുള്ളി. നിങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ട ആവശ്യങ്ങളുണ്ടാകാം. ആ സമയത്തെല്ലാം ഒരു അവസരങ്ങളുണ്ടായാൽ നിങ്ങൾ കുടുംബസമേതം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനമെടുക്കുക. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട്, എല്ലാവരും കൂടി പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനമെടുക്കുക. കർത്താവ് എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയിൽ ചെലവഴിച്ചതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. ആ കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനമെടുക്കുക. എവറി ചാൻസ് ടു മേക്ക് എ ഡിസിഷൻ ഓർ ജഡ്ജ് ഈസ് എ ടീച്ചിങ് ഓപ്പർച്യൂണിറ്റി ഫോർ യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുടുംബത്തിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാകുക. കുട്ടികൾ നമ്മുടെ അടുത്ത് പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ കർത്താവിനെ പോലെ, കർത്താവിൻ്റെ ആ വലിയ അനുകമ്പയോടുകൂടി നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ജഡ്ജ് വിത്ത് ക്രൈസ്റ്റ് ലൈക്ക് കമ്പാഷൻ ആൻഡ് യുവർ ചിൽഡ്രൻ വിൽ ലേൺ ഫ്രം യു. കർത്താവിൻ്റെ അനുകമ്പയോടെ വിധിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നേടിക്കഴിയുകയാണ്.